നമ്മുടെ ന്യൂ കമർ കുഞ്ഞൻ, അവന് പേരിട്ട് കുഞ്ഞന്. കുഞ്ഞനെ ഞാൻ കൂട്ടിൽ തന്നെ ആക്കിയതാണ്. നായക്കളൊക്കെ മുറ്റത്ത് ഓടി നടക്കുകയാണ്. കുഞ്ഞാ, കുഞ്ഞോ കുഞ്ഞോ, ഒന്ന് നീച്ച് വാ. എനിക്ക് പാൽ കുടിക്കണ്ടേ? പാൽ കുടിക്കണ്ടേ? നീച്ച് വാ കുഞ്ഞോ. എൻ്റെ പേര് നീച്ച് വാ, കുത്തി വാ, ഒന്ന് പോ, ഇങ്ങോട്ട് പോയോ, കുത്തി പോ, ഇങ്ങോട്ട് പോ, വാ വാ വാ, നീച്ച് വരി. പൊന്തട്ടെ പൊന്തട്ടെ, വായോ എൻ്റെ കുഞ്ഞും വാ, വരി കുഞ്ഞും വാ, വായോ. എൻ്റെ കുഞ്ഞനെ അവൻ്റെ അമ്മൻ്റെ പാല് കുടിപ്പിക്കാഞ്ഞല്ലേ അമ്മൻ്റെ അകിട് ഒന്നായിട്ട് വീങ്ങി നിൽക്കുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഇവനെ കൊണ്ട് ഇങ്ങനെ കുടിപ്പിക്കാഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ആടുകൾക്ക് ഉണ്ടാകുന്ന സൂക്കടൊക്കെ ഉണ്ടല്ലോ, അകിട് വീക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവൻ തന്നെ അത് കുടിച്ച് റെഡിയാക്കട്ടെ. കഴിഞ്ഞോ? പിന്നെ തന്നെ കഴിഞ്ഞോ? ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഈ മൃഗങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് ഇതിനെന്തെങ്കിലും ആയിപ്പോയോ എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെയാണ്, ആദ്യമേ ഇങ്ങനെ തന്നെ എല്ലാ പക്ഷികളോടായാലും മൃഗങ്ങളോടായാലൊക്കെ ഞാൻ സംസാരിക്കും. അവർ അതിനനുസരിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു ശീലമായി മാറിയിട്ടുണ്ട്. എഴുന്നേറ്റ ഉടനെ ഞാൻ എത്തുന്നത് ഇവരിടയിലാണ്. അതാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഈ ആടുകളായിട്ടോ നമ്മളെ മണിക്കുട്ടിയായിട്ടൊക്കെ വരുന്നത്. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴ പെയ്തിരുന്നു. ഇന്ന് അതുപോലെ ചെറുതായിട്ടൊന്ന് ചാറുന്നേ ഉള്ളൂ. അത് കണ്ട പാടെ നമ്മുടെ കുട്ടീസ് തലയിലൊരു കവറും കെട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അനൈമോനാണെങ്കിൽ ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അത് കാരണം അവൻ കൊലായി തന്നെ നിൽക്കുകയാണ്. നമ്മുടെ കുട്ടീസിനോട് പനി പിടിക്കും ജലദോഷം പിടിക്കുന്നൊന്നും പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല. അവർ പനി പിടിക്കാതിരിക്കാൻ തല നനയാതിരുന്നാൽ പോരെ, ഞങ്ങളൊരു കവർ കെട്ടിക്കോളാമെന്നും പറഞ്ഞ് 2 കവർ എടുത്ത് തലയിലും കെട്ടി അവരങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞാനും അവരെ പിടിച്ച് ഒതുക്കാനൊന്നും നോക്കിയില്ല. കാരണം എനിക്കും ഉണ്ടായിരുന്നൊരു കുട്ടിക്കാലം. പക്ഷെ അന്നൊക്കെ അമ്മേനെ പേടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നു. ചെടി കളിക്കുന്നതും മഴ കൊള്ളുന്നതൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. അമ്മയുടെ അടുത്ത് നല്ല അടി കിട്ടുന്ന ടൈം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പേടിച്ച് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇവർ 2 പേരെ ഞാൻ പുറത്തേക്ക് എവിടെയും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവർക്ക് ഈ മഞ്ഞപ്പൂ പാടത്തൊക്കെ ഉണ്ടാവും, ഒരു മഞ്ഞപ്പൂവിൻ്റെ ഇങ്ങനെയുള്ളത് കൊണ്ടു കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞുകൊണ്ട് പാത്രത്തിലിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. അത് കാരണം ഞാൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. പിന്നെ ഈ കുഞ്ഞിനെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കിട്ടിയാൽ നായ്ക്കളെടുത്തുകൊണ്ട് പോകും. അത് കാരണം ഇവരെ ഇവിടെ തന്നെ നിർത്തിയിട്ടുള്ളത്. ഒരാളെ നമ്മൾ കൂട്ടിലിട്ടിട്ടുണ്ട്. ഇവളുടെ കുട്ടിശങ്കറിനെ ഞാൻ അവിടെ പറമ്പിൽ കൊണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ള ആടുകളുടെ കൂടെ. ഇവക്ക് അവൻ വേണമെന്നൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇവക്കൊരു ശല്യക്കാരനായിരുന്നു. എപ്പോഴും ഇതിൻ്റെ മേല് കയറിയോണ്ടാണ്. അത് കാരണം ഇവക്കിപ്പോൾ അവനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവളെ ഇതുപോലെ പുല്ലൊക്കെ കൊണ്ടിട്ടെടുത്ത് ഇതിൽ തന്നെ ആക്കിയതാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉമ്മർത്ത് വന്ന് ഇങ്ങോട്ട് നോക്കുന്നത് നമ്മൾ ഈ പിച്ചകവള്ളിമേലാണ്. ഇപ്പോഴാണ് ഇത് പൂവിടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിമ നിറയെ മുട്ടുണ്ട്, ഒരുപാട് വിരിഞ്ഞ് താഴെ പോയതാണ്, താഴെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിയാണ് വീടിൻ്റെ മുറ്റത്ത്. പിന്നെ ഇവിടെ ഒരു കൂട്ടമുണ്ട്, പക്ഷേ ഇതിമേലൊക്കെ ആയി വരണേ ഉള്ളൂ. ഇത് രാത്രിയാണ് നന്നായിട്ട് വിരിയുക. അപ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. ഇത് മുഴുവനായിട്ട് പൂത്ത് വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ വിശേഷമൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. കാരണം വീട്ടിലുള്ള ഒരു പണിയും കഴിഞ്ഞില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒന്ന് വൈകിപ്പോയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് നേരമാവും. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.
പിന്നെ 3 മണി ആകുമ്പോഴേക്കും മോളെ കൊണ്ടുവരാനുണ്ട്. നമ്മുടെ മണിക്കുട്ടീനെ അഴിച്ച് കൊണ്ടുവരാനുണ്ട്. മണിക്കുട്ടീനൊക്കെ ഇപ്പോൾ പറമ്പ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, കുക്കിങ് കാര്യങ്ങളായിട്ട് എനിക്ക് ഇനിയും വൈകുന്നേരം വരെ ഓടാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.